ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനെ കണ്ടപ്പോഴത്തേക്ക് ഇന്ദ്രാന്ന് വിളിച്ചങ്ങ് ചെന്ന് കയറി കൊടുക്കുവാണ് സ്വാതി. അപ്പോഴേക്കും എൻ്റെ സ്വർഗത്തിലേക്ക് രാജകുമാരിക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അതിനേക്കാളും വലിയ ഡയലോഗ്. അപ്പോൾ സിറ്റ് ഇരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തുന്നു. പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇന്ദ്രൻ്റെ കുറുക്ക് ഒരു വഴിയാണിതെന്നുള്ളത് സ്വാതി അറിയുന്നില്ലല്ലോ. എന്താ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് സ്വാതിയോട് ചോദിച്ചു. ഇപ്പോഴോ? ഇവിടെ വെച്ചോ? അതിനിപ്പോൾ എന്താ ഇവിടെ വെച്ച് കുഴപ്പം? മ്യൂസിക് ഉണ്ട്, ദേ ഗിറ്റാറുണ്ട്, പിന്നെ ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, വേണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്വാതി ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. അയ്യോ, വേറെന്തിനാ ആൾക്കാരെ കൊണ്ടുവരുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ സ്വർഗമാണെന്ന്. ഇവിടെ വേറെ ആൾക്കാരുടെ ആവശ്യം എന്താ? എൻ്റെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഇന്ദ്രൻ അങ്ങ് പറഞ്ഞു. അപ്പം സ്വാതി ഡാൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചു. സ്വാതിക്കാണെങ്കിൽ ഭയങ്കര ഒരു ത്രില്ലിങ് മൂഡായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കമോൺ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് പാട്ട് വെച്ചു, ഗിറ്റാർ വായിക്കുന്നു. സ്വാതി ഡാൻസോട് ഡാൻസ്, ഇന്ദ്രനും അതിനേക്കാളും വലിയ ഡാൻസ്, കൂട്ടുകാരി അതിനപ്പുറത്തെ ഡാൻസ്. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക അവിടെ എല്ലാവരും. പിന്നെ കാണിക്കുക നമ്മുടെ പല്ലവി തേടി പിടിച്ച് സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സേതു അവിടെ അടിക്കലും വാരലും തൂക്കലും ഒക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. പല്ലവി ചെന്ന് വീടൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് വാടകയ്ക്കാണോ അതോ സ്വന്തമാണോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ സ്വന്തോ? എനിക്കോ? പല്ലവി എന്തായി പറയുന്നേ? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവനല്ലേ ഞാനെന്ന് സേതു അന്നേരം പല്ലവിയോട് ചോദിച്ചു. അങ്ങനെ പല്ലവി അന്നേരം വിഷമിച്ചിങ്ങനെ നിൽക്കുക. രക്തബന്ധത്തിലുള്ളവർ പോലും തള്ളി പറഞ്ഞവനാണെന്നും എല്ലായിടത്തും ഒരുപോലെ തോറ്റുപോയവനാണെന്നൊക്കെ പറഞ്ഞു. 6 അടി മണ്ണിൻ്റെ അവകാശം പോലും ഈ ഭൂമിയിൽ ഇല്ലാത്തവനാണെന്നൊക്കെ സേതു ഇങ്ങനെ പറയുമ്പോൾ കൂട്ടില്ലേ, ഒരിക്കലും പിരിയാത്തൊരു കൂട്ട്, അതുപോരെയെന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുക. അതൊരു ഭാഗ്യമല്ലേന്നു. അത് കേട്ടപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു ഭാഗ്യമെന്ന് സേതു അന്നേരം പറഞ്ഞു. പിന്നെ എന്നെ ഈ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് പോലും ആ ഒരു സ്നേഹം അതൊന്നു മാത്രമാണെന്ന് സേതു പല്ലവിയോട് പറയുക. അപ്പോൾ പല്ലവിയുടെ കയ്യിൽ കവറോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയൊക്കെ നിന്നു. പെട്ടെന്ന് പല്ലവി വിഷയം മാറ്റി. അതൊക്കെ പോട്ടെ, പിന്നെ ഈ വീട് കണ്ടുപിടിക്കാനേ ഒരുപാട് അന്വേഷിച്ചു കേട്ടോ. ഞാൻ ഈ പരിസരത്ത് കുറച്ച് ബുദ്ധിമുട്ടിയെന്നും പല്ലവി സേതുവിനോട് പറയുക. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. ചില യുദ്ധങ്ങൾ നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്നും സേതുവേട്ടൻ ഇപ്പോൾ അങ്ങനെ ഒരു യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും പല്ലവി പറയുമ്പോൾ എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല പല്ലവി. അവർ തോറ്റാൽ ഞാൻ തന്നെ തോൽക്കുന്നതിന് തുല്യമല്ലേ അതെന്ന് സേതു ചോദിക്കുക. എനിക്ക് അങ്ങനെ ഒരു ജയം വേണ്ട എന്ന് പല്ലവിയോട് പറയുമ്പോൾ സേതുവേട്ടൻ്റെ വില എന്താണെന്ന് പൊന്നുമട അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും സേതുവേട്ടൻ എന്തായിരുന്നുവെന്ന് അവർ ഓർത്തുകൊണ്ടേയിരിക്കുമെന്നും സാഹചര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് പല്ലവി സേതുവിനോട് പറയുക. എന്നാലേ ഇനി ഞാൻ അടിച്ചു വാരാവെന്ന് പറഞ്ഞ് പല്ലവി ചൂലങ്ങെടുത്ത് അടിച്ചു വാരാനായിട്ട്. അപ്പോഴത്തേക്ക് വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു സേതു. വേണ്ടെന്ന്, ഇത് ഞാൻ ചെയ്തോളാമെന്ന് പല്ലവിയോട് സേതു. എന്നാൽ പിന്നെ നമുക്ക് ഊണ് കഴിച്ചാലോ? അതിന് ഇവിടെ ഉപ്പും കുടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് സേതു പറഞ്ഞപ്പം കുടി എന്തായാലും വേണ്ട, വെപ്പായിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഊണ് ഞാൻ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്, വിരോധം ഇല്ലെങ്കിൽ ഒരു പൊതിയിൽ നിന്ന് നമുക്ക് പങ്കിട്ട് കഴിക്കാം. അപ്പോൾ എനിക്ക് എന്താ വിരോധം എന്ന് സേതു. പിന്നെ പല്ലവി ആണെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെച്ചു. സേതു പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു പൊതിയിൽ നിന്ന് ഭക്ഷണം വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ നിന്ന് പല്ലവി, ഇപ്പുറ സൈഡിൽ നിന്ന് നമ്മുടെ സേതു. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോ ആഗ്രഹം എന്താണെന്ന് പറയാനായിട്ട് പല്ലവി പറയുമ്പോൾ അത് പിന്നെ എനിക്ക് ഒരു ഉരുള ചോറ് ഞാൻ വാരി തന്ന. അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക. അല്ല, ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട എന്ന് സേതു പറഞ്ഞ് മുഴുവിപ്പിച്ചില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമാവാതിരിക്കോ? എനിക്കോ? തന്നോ, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. ശരിക്കും കഴിക്കോ? താ സേതു ഏട്ടാന്ന് പല്ലവി പറഞ്ഞ് തീർന്നില്ല. സേതു വാരിക്കൊടുത്തു. സേതു പല്ലവി തിരിച്ചും വാരിക്കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറൊക്കെ വാരിക്കൊടുത്ത് സന്തോഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു പായിൽ ഉറങ്ങി, അല്ല എന്താന്ന് പറഞ്ഞ്, അല്ല അത് വേണ്ട, അല്ല ഒരു പൊതിയിൽ നിന്നുണ്ടി ഒരു മുറിയിലിരുന്ന് ഒരു കാറിൽ സഞ്ചരിച്ച് അത്രയും മതി തൽക്കാലം എന്ന് പല്ലവി സേതുവിനോട് പറയാം. അപ്പോൾ ഓക്കെ എന്ന് സേതു സമ്മതിച്ചു. എന്നാൽ കഴിക്കുമെന്നും പറഞ്ഞ് പല്ലവി സേതുവിന് കൊടുത്തു. അങ്ങനെ അവർ കഴിക്കും കേട്ടോ. സന്തോഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി വേഗം ഒന്ന് വിക്കിപ്പോയി. പെട്ടെന്ന് തന്നെ സേതു വെള്ളം എടുത്തു കൊടുത്തു പല്ലവിക്ക്. പല്ലവി ആ വെള്ളം കുടിച്ചു. പിന്നെ തലയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തു. അങ്ങനെ അവർ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിങ്ങനെ നല്ല ഓർമ്മകൾ നിറഞ്ഞ ആ ഒരു സന്തോഷം നിറഞ്ഞ ഇഷ്ടം നിറഞ്ഞ നിമിഷങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശോഭാമയാട്ടോ. ശോഭാമ ഇങ്ങനെ അവിടെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് ചെന്നു. മാഷ് അങ്ങോട്ട് ചെന്നപ്പോൾ
സേതുവിനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കുക ഞാൻ എന്ന് പറഞ്ഞു. അവൻ എന്തിനാ ഇങ്ങനെ ഒരു അനാഥനെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ എന്നൊക്കെ മാഷ് ചോദിച്ചു. അപ്പോൾ വിളിച്ചാൽ സേതു വരുമോ എന്ന് ശോഭാമ്മ ചോദിച്ചപ്പോൾ നിർബന്ധിക്കണം. പിന്നെ ഒരിടം ഇല്ലാതിരുന്ന നമ്മുടെ മോൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഏർപ്പാടാക്കിയവനാണ്. അവനൊരു ഗതികേട് വരുമ്പോഴേ നമ്മളല്ലേ അവനെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുക. എനിക്കതിൽ ഉറപ്പൊന്നുമില്ല പക്ഷേ സേതു വരില്ല എന്ന് ഉറപ്പിച്ചു പറയുക അമ്മ. എത്ര നിർബന്ധിച്ചാലും വരില്ല. അത്രയ്ക്ക് അഭിമാനി ആയതുകൊണ്ടാണല്ലോ പൊന്നുമടത്തിൽ നിന്ന് അവൻ ഇറങ്ങിയത് എന്ന കാര്യം ഇങ്ങനെ ശോഭാമ അന്നേരം പറഞ്ഞു. ആരുടെയെങ്കിലും മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ സേതു തയ്യാറാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ സേതു ആ വീട്ടിലില്ല, എന്നിട്ട് നമ്മുടെ മോൾ അവിടെ താമസിക്കുന്നില്ലേ? ആലോചിച്ചാൽ അതിലൊരു ഔചിത്യ ബോധം ഉണ്ടെന്നുള്ള കാര്യം പറയുവാണ് ഇയാൾ. പക്ഷെ അതാണ് ശരിയെന്ന് നന്നായി ചിന്തിച്ചാൽ നമുക്ക് എന്തായാലും മനസ്സിലാകുമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ് മാഷെ. പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങിയാൽ പല്ലവി എവിടെ പോകും എന്ന് ചോദിക്കുക. ഒന്നെങ്കിൽ ഇവിടെ വരണം, ഇല്ലെങ്കിലോ വാടകയ്ക്ക് പോകണം. എന്തായാലും പ്രശ്നം തന്നെയല്ലേ മാഷേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റി പറയണം. ഇവിടെ പല്ലവി താമസിക്കാൻ എത്തിയെന്നറിഞ്ഞാൽ ആ നിമിഷം ഇന്ദ്രനും ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ മൊത്തം പ്രശ്നമാവത്തല്ലേ ഉള്ളൂ. നമ്മുടെ മോൾക്ക് പൊന്നുമടത്തിൽ കിട്ടുന്ന സുരക്ഷ അത് വേറെ എവിടെയും കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും പറയാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒന്നും പറ്റാത്തൊരവസ്ഥയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഇത് സങ്കടപ്പെടുമ്പോൾ സേതു ആയിരുന്നു ആ വീടിൻ്റെ നാഥനെന്നും അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അതിൻ്റെ കേടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് അത് പൊന്നുമടം തന്നെ ആയിരിക്കുമെന്നും മാഷും പറയാം. എനിക്ക് തോന്നുന്നില്ല സേതു ഇല്ലാതെ ആ വീടിന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത്. അത് തകരും, 100% ഉറപ്പുള്ള കാര്യമാണെന്ന് മാഷ് പറയുക പൂർണിമയെ പറ്റിയൊക്കെ. അതിനായിട്ട് ഒരിക്കലും സേതു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഷേ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എല്ലാ വഴക്കും മാറ്റി വെച്ചിട്ട് സേതു വരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യവും പറയുക. ഈ മാറ്റമൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. സേതു അധികം വൈകാതെ പൊന്നുമടത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണെന്നും ശോഭാമ്മ പറയണം. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുക. പിന്നെ ദേ പല്ലവിയാണെങ്കിൽ സേതുവിന് ചായ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ പാൽ കാച്ചി ചായ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചോ, ഐശ്വര്യം തരണേന്ന് പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ വേണ്ടായിട്ട് സേതു ഏട്ടാ ഇവിടെ അധികകാലം താമസിക്കാൻ ഇടവരരുതേന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പല്ലവി. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ചെന്നിട്ട് അയ്യോ എൻ്റെ പൊന്നെ ഇത് തന്നെ ഒപ്പിക്കാൻ പെട്ട പാട് എനിക്ക് അറിയുള്ളൂ കേട്ടോ എന്ന് സേതു പറഞ്ഞു. അപ്പോൾ എൻ്റെ ബുദ്ധൂസേ ഇവിടെ തന്നെ കഴിയാൻ സാധിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വേറൊരിടത്തേക്ക് മാറണം എന്നുള്ള അർത്ഥത്തിലല്ല. തറവാട്ടിലേക്ക് പൊന്നുമടത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റണേന്നാ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ എന്നിങ്ങനെ പല്ലവി ചോദിച്ചു. അത് വേണ്ടതല്ലേ സേതുവേട്ടാ, മറ്റാരെയും നമ്മൾ ഓർക്കണ്ട. എനിക്ക് വേണ്ടി സേതുവേട്ടന് വന്നൂടെ? സേതുവേട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ സേതു ഇങ്ങനെ ഒന്ന് ആലോചിക്കുക വേണോ വേണ്ടയോ എന്ന്. എനിക്കാ ഏറ്റവും കൂടുതൽ സേതുവേട്ടനെ അവിടെ മിസ് ചെയ്യുന്നത്. മറ്റേത് സേതുവേട്ടനുള്ളത് എനിക്കൊരു ധൈര്യമായിരുന്നു, ആള് അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. അതിപ്പോൾ ഇല്ലയെന്ന് പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയുമ്പോൾ അടുത്തുണ്ടല്ലോ പല്ലവി ഇപ്പോഴും, പിന്നെന്താ കുഴപ്പം? എപ്പോൾ വേണമെങ്കിലും പല്ലവിക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്നിട്ട് വേണം നാട്ടുകാരോരോരോ കഥകൾ ഇറക്കാൻ. എത്രയൊക്കെ പുരോഗമിച്ചെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു പഴഞ്ചൻ യാഥാസ്ഥികൻ ഒളിച്ചിരിപ്പുണ്ട് സേതുവേട്ടാ. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതും യാത്ര ചെയ്യുന്നതും ലിവിങ് ടുഗദറായി താമസിക്കുന്നതും ഒക്കെ അംഗീകരിക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സംശയത്തിൻ്റെ ഒരു മഞ്ഞ കണ്ണ് സമൂഹം അപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യം പറയാം. അത് തുറച്ചുനോട്ടമായും അടക്കം പറച്ചിലും ഒക്കെ ആയും ഓൺലൈൻ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയും നിറയും അന്തരീക്ഷത്തിൽ. അറിയാവോ അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പേടിയാണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ പേടിയോ? എനിക്കോ? സേതുവേട്ടൻ എന്തീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ പൊന്നുമടത്തിൽ ഞാൻ വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചു. ഉവ്വെന്നും പറഞ്ഞ് സേതു നിൽക്കുക. എൻ്റെ അമ്മ വരെ താമസിക്കരുതെന്ന് തന്നെ വിലക്കിയതായിരുന്നില്ലേ? അന്ന് ഞാനത് കേട്ടിരുന്നെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റൽ മുറിയിലും ആയി പോയേനെന്ന് പല്ലവി പറയാം. ധൈര്യം കാണിച്ചപ്പോൾ എതിർക്കുന്നവരുടെ ഒക്കെ പത്തി മടങ്ങിയത് കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആരാടിയെന്ന് ചോദിച്ചാൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കാനുള്ള ചങ്കൂറ്റം ഈ പല്ലവിക്കുണ്ട് സേതുവേട്ടാ. അത് സേതുവേട്ടൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ആളാണ് ഞാൻ. കാച്ചട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത്? അല്ല പാല് കാച്ചട്ടേന്ന്. വാന്നും പറഞ്ഞു നിൽക്കുക. എന്നാൽ സേതുവേട്ടൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സേതു പ്രാർത്ഥനയും തുടങ്ങി. പല്ലവി പാല് കാച്ചി പാല് തിളച്ചിങ്ങനെ തൂകി വന്നു. പല്ലവി അതിൽ നിന്നെടുത്തു. ചായയും പാലും ഒക്കെ ആയിട്ട് സേതുവിന് കൊടുത്തു.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് സേതുവേട്ടാന്ന് ചോദിച്ചു. കൊള്ളാം, കുഴപ്പമില്ലല്ലേ ആന്ന് പറഞ്ഞു. അങ്ങനെ ദേ അവരവിടെ പാലുകാച്ചലായും അവരുടെ ജീവിതം പറച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സ്വാതി ഇതുവരെ ഡാൻസ് നിർത്തിയിട്ടില്ല. സ്വാതി അന്നേരം തുടങ്ങിയ ഡാൻസാണ്. ഇപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുക. കളിച്ച് സ്വാതി ഒരു പരുവായി. ഇന്ദ്രനാണെങ്കിൽ സ്വാതിയിലേക്ക് അങ്ങോട്ട് ലയിച്ചങ്ങ് ചേരുവാണ്. ഭയങ്കര ഇത്. അങ്ങനെ കളിച്ച് സ്വാതി അവിടെ തല കറങ്ങിയതേ കിടക്കുന്നു. അപ്പോഴേക്കും കൂട്ടുകാരി ബാഗൊക്കെ എടുത്ത് അവിടെ മാറ്റി വെച്ച് സ്വാതിയെ ആ കട്ടിലേക്ക് അങ്ങ് കിടത്തി അങ്ങ് കൊടുത്തു. അപ്പോൾ ഇന്ദ്രൻ ഇതെല്ലാം കണ്ട് തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കൂട്ടുകാരി കൊണ്ടുവന്ന കാര്യം ഏറ്റിട്ടുണ്ട്, സെറ്റായി. എന്തൊരു പരിപാടിയാ. സ്വാതി എഴുന്നേക്കാൻ ഇനി കുറേ വൈകും. അതുവരെ നേഹ നിൽക്കണമെന്നില്ല. വീട്ടിൽ അന്വേഷിക്കില്ലേ എന്ന് ഇന്ദ്രൻ ചോദിക്കുക. അതുകൊണ്ട് നേഹ പൊക്കോളാനും പറഞ്ഞു. അല്ല സ്വാതി ഒറ്റയ്ക്ക്, അവളെ ഞാൻ വീട്ടിലെത്തിച്ചോളാമെന്നേ. എപ്പോഴാണ് ഇനി കണ്ണ് തുറക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കണ്ണ് തുറന്ന ദേ ആ നിമിഷം ഇവൾ വീട്ടിലെത്തിയിരിക്കും. അല്ല ഇവളുടെ ചേട്ടൻ വീട്ടിലില്ല. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ മനസ്സിലായെന്നേ. അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത്. പോയ ചേട്ടൻ അധികം വൈകാതെ തിരിച്ചു വരും. ആ സമയത്ത് ദേ ഒരു പുതിയ സ്വാതിയെ സമ്മാനിക്കാൻ പറ്റണം നമുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ പറയുക. കൂട്ടിലിട്ട് വളർത്തുന്ന തത്തകളല്ല പെൺകുട്ടികളെന്ന് അവനറിയട്ടെ. അവനറിയണം. ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ പറയുക. എന്നാൽ ശരി നേഹ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ഉന്തി തള്ളി ഇന്ദ്രൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ദേ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ, നല്ലൊരു ചുരിദാർ മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നേഹയുടെ ഈ പൈസയും കൊടുത്ത് അങ്ങനെ നേഹയെ പറഞ്ഞു വിടുക. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിക്ക് നേഹ പോവല്ലേ, ഒരു കാര്യം കൂടി പറയട്ടെ. അതെ, എൻ്റെ ഈ സ്വർഗത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയും വെറും കൈയോടെ തിരിച്ചു പോവാറില്ല. അങ്ങനെ വിടുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ. ഓക്കെ, ഇനിയും ഞാൻ പ്രതീക്ഷിക്കും. അപ്പം ഞാൻ വരാം എന്ന് ചേട്ടനും പറഞ്ഞു. നേഹ അങ്ങ് പോയി. ഇന്ദ്രൻ ഇങ്ങനെ സ്വാതിയെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. സ്വാതി കിടക്കുന്നു. സ്വാതിയുടെ തലയുടെ പുറകിൽ ഇങ്ങനെ വന്നിരുന്ന സ്വാതിയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പുതിയ പ്ലാനും ഒരുക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതേ സമയം പൂർണിമ അവിടെ കിടന്ന് മോളെ വിളി തുടങ്ങി. അവിടെ നിന്ന് മോളുടെ ഫോൺ സ്വിച്ച് ഓഫ്, വിളിച്ചാൽ കിട്ടുമോ ഇല്ല. അപ്പോഴേക്കും പിന്നെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അമ്മയുടെ ടെൻഷൻ കണ്ട് വന്ന് ചോദിച്ചു എന്ത് പറ്റി അമ്മയെന്ന്. സ്വാതി ഇതുവരെ വന്നിട്ടില്ല, ഫോണും സ്വിച്ച് ഓഫ്, ആ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. കോളേജിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് മറ്റോ പോയിട്ടുണ്ടാവും അല്ലേ പല്ലവി എന്നൊക്കെ ചോദിക്കുമ്പോൾ കോളേജിൽ നിന്നോ, അതിനെ സ്വാതി ഇന്ന് കോളേജിൽ വന്നില്ലല്ലോ എന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ പൂർണിമ ചാടി എഴുന്നേറ്റു. എന്നും ചോദിച്ചു. വന്നില്ലേ, കോളേജിലേക്ക് പോകുന്നു എന്നും പറഞ്ഞാണല്ലോ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും ഋതുക അങ്ങോട്ടേക്ക് വന്നു. വല്ല കമ്പൈൻ സ്റ്റഡിക്കും പോയതായിരിക്കും, അത് പതിവുള്ളതാണല്ലോ എന്നൊക്കെ ഋതുക. എങ്കിൽ അവൾക്കത് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു പൂർണിമ. മാത്രമല്ല ഇത്രയും രാത്രി ആയില്ലേ, എന്തിനാ ഇത്രയും നേരമൊക്കെ ഇരുന്ന് നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അവളിങ്ങ് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാനെന്നും പറയുമ്പോൾ അമ്മേ സ്വാതി മുതിർന്നൊരു കുട്ടിയായില്ലേ, അവളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള വിവേകമൊക്കെ അവൾക്കുണ്ടെന്ന് ഋതുക. നമ്മളെന്തിനാ അതിലൊക്കെ കയറി ഇടപെടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം പെൺകുട്ടിയാ, അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു പൂർണിമ. പുതിയ കാലത്തെ പെൺകുട്ടികൾക്ക് നല്ല പക്വതയൊക്കെ ഉണ്ടമ്മേ. പക്വതയെ പറ്റിയൊന്നും നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കേണ്ട. ശ്രീഹരിയുടെ ഓട്ടോ കത്തിച്ചവളല്ലേ നീ അല്ലേന്ന് ചോദിച്ചു. നിനക്ക് പക്വതയെ പറ്റി പറയാനേ ഒരവകാശവും ഇല്ല എന്നും പൂർണിമ പറയുവാണ്. അപ്പം അമ്മ വിഷമിക്കാതെ അവളിങ്ങ് വന്നോളൂ എന്ന് പല്ലവി പറഞ്ഞു. അവൾക്ക് ഒരു കൂട്ടുകാരുണ്ട് കോളേജിൽ, നീരജ. അവളും ഇന്ന് ആബ്സെൻ്റാ. രണ്ടുപേരും കൂടി ആയിരിക്കും ചിലപ്പോൾ ഇരുന്ന് പഠിക്കുന്നതെന്ന് പല്ലവി. സ്വാതി നീരജയുടെ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നീരജ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നല്ലോ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമില്ലായിരുന്നു പഠിക്കാനെന്ന് പൂർണിമ ചോദിക്കുന്നു കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്. സ്വസ്ഥത എന്ന് പറയുന്ന സാധനം എൻ്റെ ജീവിതത്തിൽ വിധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞു പൂർണിമ തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ അടക്കാൻ കഴിയാതെ പൂർണിമ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പല്ലവി ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഋതുക ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ പല്ലവി അവർ കമ്പൈൻ സ്റ്റഡിക്ക് പോയിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പല്ലവി ഋതുകയോട് പറഞ്ഞു. പിന്നെ എവിടെ പോയിരിക്കുക അവള്, വലിയേട്ടനില്ലാത്തതല്ലേ, സ്വാതന്ത്ര്യം ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുമ്പം നിങ്ങൾ അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കണ്ട. നല്ല വകതിരിവുള്ള കുട്ടിയാ സ്വാതി, എന്ത് വേണം വേണ്ട എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് ഋതു പറഞ്ഞപ്പം ഋതുവിൻ്റെ ഉള്ളിലെ ചേച്ചിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ടീച്ചറാണെന്നും സഹോദരി കാണിക്കുന്ന കുഴപ്പങ്ങൾ ഒരു കൂടപ്പറപ്പിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ലെന്നും പക്ഷേ ടീച്ചർക്ക് അത് മനസ്സിലാകുമെന്നും ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാകുമെന്നും പല്ലവി പറഞ്ഞു. അവൾ എന്ത് ചെയ്തു എന്ന് ഈ പറഞ്ഞു വരുന്നത്? അപ്പം അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ കുഴപ്പത്തിലാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നുള്ള കാര്യം പല്ലവി ഋതുകയോട് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ അന്വേഷിച്ച് കൊണ്ടുവന്നോളാം അവളെ. തൽക്കാലം അമ്മയെ ഒന്നും അറിയിക്കണ്ട എന്ന് പല്ലവി പറഞ്ഞിട്ട് ഋതുകയുടെ അടുത്തുനിന്ന് അങ്ങ് പോവുക. ഋതുക നിന്ന് ആലോചന അങ്ങ് തുടങ്ങി. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പല്ലവി സേതുവിനെ വിളിക്കുവാണ്. അപ്പോൾ സേതുവിനെ വിളിച്ചു, കിട്ടിയില്ല. അടുത്ത നിമിഷം തന്നെ ഈ അവളുടെ കൂടെ പോയ നേഹേനെ വിളിച്ചു. നേഹയെ വിളിച്ചിട്ട് സ്വാതി എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഇതുവരെ എത്തിയില്ലേ? അപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ വിളിച്ചത്.
അത് നിന്റെ കൂടെ പോകുന്നെന്ന് നിള പറഞ്ഞല്ലോ. അയ്യോ എൻ്റെ കൂടെയോ? അയ്യോ എനിക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞ പെണ്ണ് തല ഉരാൻ നോക്കുമ്പോൾ നിനക്കറിയാം, മര്യാദയ്ക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല മിസ്സേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു പെണ്ണും തലയൂരി. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നേ എന്നും ചോദിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ നീ നുണ പറയുന്നത്? വെറുതെ നുണ പറയാൻ നിൽക്കരുത്, നിനക്കറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാമെന്ന് പറഞ്ഞ് പല്ലവി അവളോട് ദേഷ്യപ്പെട്ടു. എന്തിനാ നമുക്കിടയിൽ ഒരു ഒളിച്ചുകളി? സ്വാതി ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും പിന്നെ സത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാമെന്നുള്ള കാര്യങ്ങളും പറയുവാണ്. അല്ലെങ്കിലേ നിന്നോട് ഇനി സംസാരിക്കാൻ പോകുന്നത് പോലീസായിരിക്കും എന്ന് പറഞ്ഞു പല്ലവി. അയ്യോ പോലീസോ? ആ അതെ പോലീസ്. നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. സ്വാതിയെ കാണാനില്ല എന്നും പറഞ്ഞ് ഞങ്ങളൊരു പരാതി കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവല്ലോ നേഹയ്ക്ക്. ദേ സ്വന്തം വീട്ടിലേക്ക് പോലീസ് വരണോ വേണ്ടയോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, പോലീസൊന്നും വരണ്ട, ഞാൻ പറയാം. എന്നാൽ അവൾ എവിടെയാന്ന് പറയാൻ പറഞ്ഞു. ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്രൻ്റെ കൂടെ ഇന്ദ്രാലയത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി നടുങ്ങി വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും കിട്ടാനുള്ളത് കയ്യോടെ മേടിച്ചങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവരും നമ്മുടെ സ്വാതി. പണ്ടൊരു കൈനോട്ടക്കാരി വന്നപ്പം പല്ലവി തിരിച്ചു വരില്ല, പക്ഷേ ഇന്ദ്രൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാകുമെന്ന് പറഞ്ഞിരുന്നു. മിക്കവാറും എൻ്റെ അമ്മ സ്വാതിയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.